യുഎഇയിലെ അധികം എന്റിറ്റീസും ഫോളോ ചെയ്യുന്ന ടാക്സ് പീരീഡ് ജനുവരി ടു ഡിസംബർ ആണ്. അപ്പൊ ഇനിയിപ്പോൾ എല്ലാവരും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന തിരക്കിലേക്ക് കടന്നു കഴിഞ്ഞു. എങ്ങനെയാണ് നമ്മുടെ ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക? നമ്മളെല്ലാവരും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. അത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് പറയുന്ന പ്രകാരമായിരിക്കണം അത് പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് നമ്മുടെ ടാക്സ് റിട്ടേണിന്റെ കൂടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുകയും വേണം. ആദ്യം നമ്മൾ അക്കൗണ്ടിംഗ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം IFRS പ്രകാരം. പക്ഷെ ആ ഇൻകത്തിനല്ല നമ്മൾ ടാക്സ് നൽകേണ്ടത്. ടാക്സ് ലോയിൽ പറയുന്ന രൂപത്തിൽ കമ്പ്യൂട്ട് ചെയ്ത ഇൻകത്തിനാണ് ടാക്സ് നൽകേണ്ടത്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഇൻകത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിവിഡൻഡ് ഇൻകം ഉണ്ടെങ്കിൽ ആ ഡിവിഡൻഡ് ഇൻകം ഇതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടി വരും. അതുപോലെ എന്തെങ്കിലും നോൺ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ്, ഫോർ എക്സാമ്പിൾ ഡൊണേഷൻ, അതേപോലെ എന്തെങ്കിലും ബ്രൈബ്സ്, ഇല്ലിസിറ്റ് പേയ്മെന്റ്സുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, അതേപോലെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് എക്സ്പെൻസുകളുടെ ചില അഡ്ജസ്റ്റ്മെന്റ്സുകളുണ്ട്, ഇൻട്രസ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ്സുകളുണ്ട്. അതുപോലെ റിലേറ്റഡ് പാർട്ടികളുമായും കണക്റ്റഡ് പേഴ്സണുമായിട്ടും എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റ് പ്രൈസിലായിരിക്കണം, ആംസ് ലെങ്ത് പ്രൈസിലായിരിക്കണം. അതിനേക്കാൾ കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ വരും. എന്നിട്ട് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്ത ആ ഇൻകത്തിൽ നിന്ന് എന്തെങ്കിലും ലോസുകൾ സെറ്റ് ഓഫ് ചെയ്യാനെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് 75% വരെ സെറ്റ് ഓഫ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഗ്രൂപ്പ് കൺസേണിൽ നിന്ന് എന്തെങ്കിലും ടാക്സബിൾ ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇവിടേക്ക് സെറ്റ് ഓഫ് ചെയ്യാം, സബ്ജക്ട് ടു ചില റെസ്ട്രിക്ഷൻസ്. എന്നിട്ട് കമ്പ്യൂട്ട് ചെയ്ത ആ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് 375,000 ദിർഹംസ് മൈനസ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഇൻകത്തിന് 9% ടാക്സ് നൽകണം.